ഹലോ, ബിൽഡ് കരിയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കീർത്തി. RRB ALP എക്സാംസ് കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. ഓൾറെഡി നമ്മൾ മാത്സ് ഷിഫ്റ്റ് 1-ലെ ഫസ്റ്റ് ഷിഫ്റ്റിലെ മാത്സ്, റീസണിങ്, അതുപോലെ ഫസ്റ്റ് ഡേ ഫുള്ളായിട്ടുള്ള GKയും നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ നോക്കുന്നത് ഫസ്റ്റ് ഡേയിലെ സെക്കൻഡ് ഷിഫ്റ്റിലുള്ള മാത്സ് ആണ്. ഓക്കെ, അപ്പോൾ എനിക്ക് ഒരുപാട് പേര് കമൻറ്റ് ചെയ്തത് മാത്സ് റീസണിങ് ക്വസ്റ്റ്യൻസ് വേണം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ജനറൽ നോളേജ് ഡേ വൈസ് ആയിട്ടാണ് ഡിസ്കസ് ചെയ്ത് പോകുന്നത്. റീസണിങ്ങും മാത്സും ഷിഫ്റ്റ് വൈസ് ആയിട്ടാണ് ഡിസ്കസ് ചെയ്യണത്. ഓക്കെ, അപ്പൊ സെയിം ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരുപാടെണ്ണം റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഷിഫ്റ്റ് വിട്ടിട്ട് ഡേ വൈസ് തന്നെ നോക്കും. എനിവേ ഇപ്പൊ നമ്മൾ ഷിഫ്റ്റ് വൈസ് തന്നെയാണ് നോക്കുന്നത്. അപ്പൊ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് കീർത്തി. നമ്മുടെ ഈ ഒരു ചാനൽ ബിൽഡ് യുവർ കരിയർ എന്ന് പറയുന്ന ഈ ഒരു ചാനൽ എക്സ്ക്ലൂസീവ് ആയിട്ട് RRB SSC എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പം നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള നോട്ട്സ്, അതുപോലെ ക്വസ്റ്റ്യൻസ് എല്ലാം ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ നമ്മൾ ഈ ചാനൽ ത്രൂ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെയാണ് പ്രൊവൈഡ് ചെയ്യണത്. അപ്പം നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് ഒക്കെ ഒന്ന് പോയി കാണുക. കാണുന്ന വീഡിയോസ് നമ്മുടെ ചാനലൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ട് എന്ന് തോന്നുവാണെങ്കിൽ മാത്രം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഇന്നലെ ചെയ്ത, അതായത് ഫസ്റ്റ് ഷിഫ്റ്റിൽ ചെയ്ത ക്വസ്റ്റ്യൻസിൽ 9th ക്വസ്റ്റ്യനിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഒരാൾ ഒരു ഇൻഫർമേഷൻ തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ആളുടെ പേര് മറന്നുപോയി. അബി എന്തോ ആണ് യൂട്യൂബ് നെയിം കണ്ടത്. അപ്പം അബി എന്ന് തന്നെ ആയിരിക്കും നെയിം എന്ന് വിചാരിക്കണം. അപ്പൊ അബിയോട് ഒരുപാട് താങ്ക്സ് ഉണ്ട് പറഞ്ഞു തന്നതിൽ. ആ ഒരു വൈയുടെ വാല്യൂ ഞാൻ എടുത്തത് മിസ്റ്റേക്ക് വന്നതായിരുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ ഇന്ന് കറക്റ്റ് ചെയ്യാം. ഒരു സെക്കൻഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിന്ന് കറക്റ്റ് ചെയ്യാം. വൈയുടെ വാല്യൂ എടുത്തതാണ് തെറ്റിയത്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ വെച്ച് കഴിഞ്ഞാൽ x+2y വാല്യൂ കണ്ടുപിടിക്കാനായിട്ടായിരുന്നു. അപ്പോൾ ആദ്യം നമുക്ക് എക്സിൻ്റെയും വൈയുടെയും വാല്യൂ വേണം. എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ ഇവിടെ നോക്കിക്കേ, ഇതെന്താണ്? ലീനിയർ ആംഗിൾ ആണ്. ലീനിയർ പെയർ എന്തായിരിക്കും? സം ഓഫ് ലീനിയർ പെയർ ഓഫ് ആംഗിൾസ് എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രി ആണ്. സോ അത് അപ്പം ഇവിടെ 180 മൈനസ് 105 ചെയ്യുമ്പോൾ നമുക്ക് ഇപ്പുറത്തെ ആംഗിൾ 75 ഡിഗ്രി എന്ന് കിട്ടും. ഇതെന്താണ്? ഓപ്പോസിറ്റ് ഇന്റീരിയർ ആംഗിൾസ് ആണ്. ഓപ്പോസിറ്റ് ആംഗിൾസ് എന്ന് പറയുമ്പോൾ ഇവിടെ എന്തായിരിക്കും? ഇത് രണ്ടും ഈക്വൽ ആണ്. സോ എക്സിന്റെ വാല്യൂ നമുക്ക് 75 എന്ന് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി വൈയുടെ വാല്യൂ ആണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം? ഇവിടെ ആദ്യം നമ്മൾ നോക്കേണ്ടത് ഈ 60 ഇവിടെ ലീനിയർ പെയർ ആണ്. ഇവിടെ 60 ആവുമ്പോൾ ഇവിടെ 120 ആണ്. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 180 ഡിഗ്രി കിട്ടും. ഇത് 120 ആണെങ്കിൽ സെയിം പ്രൊസീജിയർ യൂസ് ചെയ്ത് വൈയുടെ വാല്യൂ നമുക്ക് 120 കിട്ടും. ഓപ്പോസിറ്റ് ഇന്റീരിയർ ആംഗിൾസ് എന്ന് പറയുമ്പോൾ y 120 കിട്ടും. 2 × 120 എന്നാണ് നമുക്ക് ഇവിടെ വരിക. അപ്പൊ എന്ത് വരും? 75 + 240 എന്നാണ് വരിക. നമ്മുടെ ആൻസർ വരിക 315 എന്നാണ് ആൻസർ വരുന്നത്. 315 എന്നാണ് ആൻസർ വരുന്നത്. അപ്പൊ ഇത് ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ഇന്നലെ ഞാൻ പറഞ്ഞതിൽ ചെറിയൊരു മിസ്റ്റേക്ക് വന്നതായിരുന്നു. അപ്പം ഇതാണ് കറക്റ്റ് ആയിട്ടുള്ളത്. അപ്പൊ അതൊന്ന് കറക്റ്റ് ചെയ്യുക എല്ലാവരും. ഓക്കെ, അപ്പൊ ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ തൊട്ടാണ് നമ്മൾ സെക്കൻഡ് ഷിഫ്റ്റിലെ മാത്സ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യണത്. ആസ് യൂഷ്വൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രം ഒരു ചെറിയ ഡിഫറൻസ് വന്നിട്ടുണ്ട്. അത് കുഴപ്പമില്ല. പുതിയ ക്വസ്റ്റ്യൻസ് പഠിക്കുന്നതിനനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വരുന്ന എക്സാംസിന് ഒന്നുകൂടെ സെറ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇത് നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. ഒരു റെക്ടാംഗിളിന്റെ സൈഡിന്റെ റേഷ്യോ തന്നിട്ടുണ്ട് 8:10 എന്ന്. പെരിമീറ്റർ തന്നിട്ടുണ്ട് 90 സെന്റിമീറ്റർ. നമ്മളോട് ഏരിയ ആണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ലെങ്ത് നമുക്ക് എങ്ങനെ എടുക്കാം? 8x ആയിട്ട് എടുക്കാം. ബ്രെഡ്ത്ത് നമുക്ക് എങ്ങനെ എടുക്കാം? 10x എന്ന് എടുക്കാം. റെക്ടാംഗിളിന്റെ പെരിമീറ്റർ എന്താണ്? പെരിമീറ്ററിന്റെ ഫോർമുല 2 × L + B ആണ്. റെക്ടാംഗിളിന്റെ ഏരിയയുടെ ഫോർമുല എന്താണ്? L × B ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ അവിടെ എഴുതി. ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്ന സ്റ്റെപ്പാണ്. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ നിങ്ങൾക്ക് പറഞ്ഞു തരാനായതുകൊണ്ട് ഇതിങ്ങനെ എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. എക്സാമിന് ഇതൊന്നും എഴുതേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് കാൽക്കുലേഷനിലേക്ക് പോയാൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് പെരിമീറ്റർ എന്ത് തന്നിട്ടുണ്ട്? 19 തന്നിട്ടുണ്ട്. ഈ സ്റ്റെപ്പ് മുതൽ നിങ്ങൾ എക്സാമിന് എഴുതിയാൽ മതി. 19 തന്നിട്ടുണ്ട്. L
L എന്താന്ന് തന്നിട്ടുണ്ട് 8x ആണെന്ന് തന്നിട്ടുണ്ട്, B 10x ആണെന്നും തന്നിട്ടുണ്ട്. അപ്പൊ ഈ 2നെ നമ്മൾ താഴേക്ക് കൊണ്ടുവന്നാൽ നമുക്ക് 90/2 45 എന്ന് കിട്ടും, 18x എന്ന് കിട്ടും. അപ്പൊ എക്സിന്റെ വാല്യൂ നമുക്ക് എന്താ കിട്ടുക? 45/18 എന്നാണ് കിട്ടുക. അതിനെ നമുക്ക് എന്ത് ചെയ്യാം? 9 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 5/2 എന്ന് കിട്ടും. ഓക്കെ, എക്സിന്റെ വാല്യൂ 5/2 എന്ന് കിട്ടി. അത് ഏരിയയിലേക്ക് ഇട്ട് കൊടുത്താൽ മതി അല്ലേ? ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? 8x ഇൻറ്റു 10x ആണ്. എക്സിന്റെ വാല്യൂ നമ്മൾ ഇട്ട് കൊടുക്കാം. 8 ഇൻറ്റു 5/2 ഇൻറ്റു 10 ഇൻറ്റു 5/2 എന്ന് കിട്ടും. അപ്പം 8 ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോൾ ഇവിടെ 4 കിട്ടും, 10 ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോൾ 5 എന്ന് കിട്ടും. അപ്പൊ ഇപ്പൊ ഇവിടെ എന്താ കിട്ടുക? 5 ഇൻറ്റു 5 25, 4 ഇൻറ്റു 5 20, 20 ഇൻറ്റു 25 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 500 സെന്റിമീറ്റർ സ്ക്വയർ ആണ് റെക്ടാങ്കിളിന്റെ ഏരിയ ആയിട്ട് നമുക്ക് കിട്ടുന്നത്. 500 സെന്റിമീറ്റർ സ്ക്വയർ ആണ് റെക്ടാങ്കിളിന്റെ ഏരിയ. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് ഈ ഒരു ഭാഗം സ്കിപ്പ് ചെയ്യാവുന്ന ഭാഗമാണ്. ഇവിടെ ഉള്ളത് ഡയറക്റ്റ് ആയിട്ട് പെട്ടെന്ന് മാക്സിമം സ്റ്റെപ്സ് റെഡ്യൂസ് ചെയ്തിട്ട് ഈ 2 സെറ്റ് നമുക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. സിംപ്ലിഫൈ ദ ഫോളോവിങ് എക്സ്പ്രഷൻ. തന്നിരിക്കുന്ന എക്സ്പ്രഷൻ സിംപ്ലിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. എക്സ്പ്രഷൻ ഏത് ഫോമിലാണ് ഇരിക്കുന്നത്? a മൈനസ് ബി ദ ഹോൾ സ്ക്വയറും ഇരിക്കുന്നുണ്ട് അവിടെ, a പ്ലസ് ബി ദ ഹോൾ സ്ക്വയറും ഇരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത് നോക്കിയേ, ഇതാണ് a മൈനസ് ബി ഹോൾ സ്ക്വയർ. a മൈനസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ a സ്ക്വയർ. a സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2z സ്ക്വയർ എന്ന് വരും. 2 സ്ക്വയർ 4 ആണ്, z സ്ക്വയർ അങ്ങനെ തന്നെ എഴുതി. മൈനസ് 2ab, 2 ഇൻറ്റു a 2z ആണ്, 2 ഇൻറ്റു 2 4, മൈനസ് 5 എന്ന് പറയുമ്പോൾ മൈനസ് 20zy എന്ന് വരും അല്ലെ? ഇവിടെ ഒരു സെക്കൻഡ്, 2 ഇൻറ്റു മൈനസ് മൈനസ് നമുക്കിവിടെ പ്ലസ് 20zy, അല്ല സോറി, മൈനസ് 20zy എന്ന് തന്നെയാണ് വരിക. a മൈനസ് ബി നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്, മൈനസ് 20zy എന്ന് വരും. ഇനി എന്താണ്? ബി സ്ക്വയർ മൈനസ് 5 സ്ക്വയർ എന്ന് പറഞ്ഞാൽ പ്ലസ് 25y സ്ക്വയർ എന്ന് കിട്ടി. അടുത്തത് a സ്ക്വയർ എന്ന് പറഞ്ഞാൽ 25z സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 5 10, 10 ഇൻറ്റു 2 20zy പ്ലസ് 4y സ്ക്വയർ മൈനസ് 25z സ്ക്വയർ എന്നാണ് നമുക്ക് കിട്ടുക. ഇനി നമുക്ക് ഇവിടെ ആവശ്യമില്ലാത്തതൊക്കെ ക്യാൻസൽ ചെയ്ത് കളയാം. മൈനസ് 20zy പ്ലസ് 20zy പ്ലസ് 25z സ്ക്വയർ മൈനസ് 25z സ്ക്വയർ. ഇനി ഇവിടെ എന്താണ്? 4z സ്ക്വയർ പ്ലസ് 29y സ്ക്വയർ. ഇതാണ് നമുക്ക് സിംപ്ലിഫൈ ചെയ്തിട്ടുള്ള ആൻസർ ആയിട്ട് കിട്ടുന്നത്. ഓപ്ഷനിൽ ഈ ആൻസർ ഉണ്ടോ എന്ന് നോക്കുക, മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ എന്താ ചെയ്തത് എന്നുള്ള കാര്യം ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Okay, which of the following numbers is divisible by 4? 4 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സ്. 4ന്റെ ഡിവിസിബിലിറ്റി എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ ഡിവിസിബിലിറ്റി ഓഫ് നമ്പേഴ്സ് എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കുക. ഓക്കെ, അപ്പൊ എന്തായാലും ഞാൻ ഇവിടെ ഒന്നുകൂടെ പറയാം. 4ന്റെ ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യാൻ എത്ര വലിയ നമ്പർ ആണെങ്കിലും ലാസ്റ്റ് 2 ഡിജിറ്റ്സ് 4ന്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, ഇവിടെ നോക്കിയേ, 42 4ന്റെ മൾട്ടിപ്പിൾ അല്ല, 54 4ന്റെ മൾട്ടിപ്പിൾ അല്ല, 24 മൾട്ടിപ്പിൾ ആണ്, 34 മൾട്ടിപ്പിൾ അല്ല. അപ്പോൾ 24 മൾട്ടിപ്പിൾ ആയതുകൊണ്ട് തന്നെ ഈ ഒരു നമ്പർ ആണ് 4 ആയിട്ട് ഡിവിസിബിൾ ആയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ലാസ്റ്റ് 2 ഡിജിറ്റ്സ് വെച്ചിട്ട് വേണം നമ്മൾ 4ന്റെ ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യാനായിട്ട്. ഓക്കെ, അത് ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. 2 trains each 250 meter long are running on the same parallel tracks in opposite directions at speeds of 90 km per hour and 60 km per hour respectively. In how many seconds will they cross each other completely? Opposite direction ൽ പോകുന്ന 2 ട്രെയിൻസിന്റെ ലെങ്ത് തന്നിട്ടുണ്ട്, അതിന്റെ സ്പീഡും തന്നിട്ടുണ്ട്. അവര് എത്ര സെക്കൻഡ് എടുത്തിട്ടായിരിക്കും ക്രോസ് ചെയ്യുക എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ആദ്യം നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം, ഓപ്പോസിറ്റ് സൈഡ് ആയതുകൊണ്ട് തന്നെ 2 സ്പീഡും നമ്മൾ ആഡ് ചെയ്യാണ് ചെയ്യേണ്ടത്. ഓക്കെ, 2 സ്പീഡും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 90 പ്ലസ് 60 എന്ന് പറഞ്ഞാൽ നമുക്ക് 150 ആണ് സ്പീഡ് കിട്ടുന്നത്. ഓക്കെ,
ഇനി നമുക്ക് വേണ്ടത് ഡിസ്റ്റൻസ് ആണ്. രണ്ട് ട്രെയിനിന്റെയും ഡിസ്റ്റൻസ് നമ്മൾ ആഡ് ചെയ്യാണ് വേണ്ടത്. ഇതിപ്പോൾ സെയിം ആയതുകൊണ്ട് 250 ഡിഫറെന്റ് ആണെങ്കിൽ നമ്മൾ ആ ഡിഫറെന്റ് ലെങ്ത് ആഡ് ചെയ്തിട്ട് കിട്ടുന്നതാണ് നമ്മുടെ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ടോട്ടൽ സ്പീഡ്. ഇനി നമുക്ക് വേണ്ടത് ടൈം ആണ്. ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ചെയ്താൽ മതി. അതിനു മുന്നേ ഇത് കിലോമീറ്റർ പെർ അവറിലാണ് കിടക്കുന്നത്. നമ്മൾ ഇതിനെ എന്ത് ചെയ്യണം? മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റണം. മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റുമ്പോൾ 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ 50 എന്ന് വരും, ഇവിടെ 6 എന്ന് വരും. 50 × 5 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? 250 ആണ് കിട്ടുക. ഡിവൈഡഡ് ബൈ 6 മീറ്റർ പെർ സെക്കൻഡ് ആണ് നമുക്ക് സ്പീഡ് കിട്ടുന്നത്. നമുക്ക് ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ആണ് അല്ലെ. ഡിസ്റ്റൻസ് എത്രയാണ്? 500 ആണ്. സ്പീഡ് എത്രയാ വരുന്നത്? 250 by 6 ആണ്. by 6 എന്ന് പറയുമ്പോൾ നമുക്ക് മേലേക്ക് into 6 കൊടുത്താൽ മതി. 250 500ൽ 2 ടൈംസ് പോകും. 2 × 6 എന്ന് പറഞ്ഞാൽ 12 സെക്കൻഡ് ആണ് ആ ട്രെയിൻ തമ്മിൽ ക്രോസ് ചെയ്യാൻ എടുക്കുന്ന സമയം. 12 സെക്കൻഡ് കൊണ്ടാണ് ആ രണ്ട് ട്രെയിൻസ് ക്രോസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതെങ്ങനെയാ ചെയ്യേണ്ടതെന്ന് ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. The average marks of the students of a class in a particular examination are 80. Okay, അപ്പോൾ സ്റ്റുഡൻസിന്റെ നമ്പർ തന്നിട്ടില്ല. നമുക്ക് സ്റ്റുഡൻസ് ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എക്സ് ആയിട്ട് എടുക്കാം. അവരുടെ ആവറേജ് 80 ആണ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ മാർക്ക് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 80x ആണ് ടോട്ടൽ മാർക്ക് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ഇനി എന്താ പറഞ്ഞിരിക്കണേ? ഈ 5 സ്റ്റുഡൻസ് ഹൂസ് ആവറേജ് മാർക്സ് ഇൻ ദാറ്റ് എക്സാമിനേഷൻ ഇസ് 40 ആർ എക്സ്ക്ലൂഡഡ്. 5 സ്റ്റുഡൻസിന്റെ മാർക്ക് ആവറേജ് മാർക്ക് 40 ആണ്. അങ്ങനെയാണെങ്കിൽ അവരുടെ ടോട്ടൽ മാർക്ക് എത്രയാണ്? 200 ആണ് വരുന്നത്. Then the average mark of the remaining students will be 90. Remaining students എന്ന് പറഞ്ഞാൽ എന്താണ്? Total students minus 5 ആണ് remaining students. അവരുടെ average 90 ആണ്. അപ്പോൾ അത് എങ്ങനെ വരും? 90 × x minus 5 ആണ് അവരുടെ ടോട്ടൽ മാർക്ക് വരുന്നത്. നമ്മളോട് number of students who wrote the examination, xന്റെ വാല്യൂ ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അല്ലേ? നമുക്കിനി ഇവിടെ എന്തറിയാം? നമുക്ക് എങ്ങനെയാ കണ്ടുപിടിക്കാൻ പറ്റുക? നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് ടോട്ടൽ മാർക്ക് തന്നിട്ടുണ്ട് അല്ലെ. ടോട്ടൽ മാർക്ക് മൈനസ് 5 സ്റ്റുഡൻസിന്റെ മാർക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്തുള്ളത്? ബാക്കിയുള്ള കുട്ടികളുടെ ഈ ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത് കിട്ടുന്നത് അല്ലെ. അപ്പൊ ടോട്ടൽ സ്റ്റുഡൻസിൽ നിന്നും 5 സ്റ്റുഡൻസിനെ കുറച്ച് കഴിഞ്ഞാലാണ് നമുക്ക് 90 ആവറേജ് വരുന്ന ബാക്കിയുള്ള സ്റ്റുഡൻസിന്റെ ടോട്ടൽ മാർക്ക്. ഈ ഒരു ഇക്വേഷൻ ഇനി ഇക്വേറ്റ് ചെയ്താൽ പോരെ? 80x minus 200 is equal to 90x minus 450 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ 80x ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ അവിടെ എന്ത് കിട്ടും? 10x എന്ന് കിട്ടും. is equal to 450 ഇങ്ങോട്ടേക്ക് വരുമ്പോൾ 450 minus 200 ആണ്. നമുക്ക് 250 എന്ന് കിട്ടും. x ആണ് നമ്പർ ഓഫ് സ്റ്റുഡൻസ്. x എന്ന് പറഞ്ഞാൽ എന്താണ്? 250 divided by 10 ആണ്, which is equal to 25. 25 കുട്ടികളാണ് ടോട്ടൽ ആയിട്ട് ആ ഒരു എക്സാം എഴുതിയത്. ഓക്കെ, അപ്പൊ എങ്ങനെയാ ചെയ്തത് എന്നുള്ള കാര്യം കിട്ടിയെന്ന് വിചാരിക്കണു. ഇതിനകത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം എക്സാമിന് എഴുതിയാൽ മതി. ഡയറക്റ്റ് കാൽക്കുലേഷനിലേക്ക് പോകുന്നതാണ് എപ്പോഴും നല്ലത്. ഓക്കെ, അപ്പൊ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ ആവറേജ് ഓഫ് ഓൾ പ്രൈം നമ്പേഴ്സ് ബിറ്റ്വീൻ 30 and 50? 30നും 50നും ഇടയിലുള്ള പ്രൈം നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. 31, 37, 41, 43 and 47. ഇത്രയുമാണ് ഇവരുടെ ഇടയിലുള്ള പ്രൈം നമ്പേഴ്സ്. അതിന്റെ ആവറേജ് എന്ന് പറഞ്ഞാൽ ഡിവൈഡഡ് ബൈ 5 ചെയ്താൽ മതി. അപ്പൊ ഇതൊന്ന് കണ്ടുപിടിച്ചിട്ട് ആൻസർ കമന്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതിന് സിമ്പിൾ ആണ് അല്ലെ. എല്ലാം കൂടെ സം ചെയ്യുക, ഡിവൈഡഡ് ബൈ 5 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും. അപ്പൊ ആൻസർ ഒന്ന് ചെയ്തിട്ട് കമന്റ് ചെയ്യുക കേട്ടോ. അടുത്തത്, a sum of money at a certain rate of compound interest doubles itself in 12 years. If the interest is compounded annually, in how many years will it become 8 times itself? Okay, അപ്പൊ ഇവിടെ എമൗണ്ട് എത്രയാണ് ആവുന്നത്? ഡബിൾ ആണ് ആവുന്നത് അല്ലെ. 2 ടൈംസ് ആണ് ആവുന്നത്. എത്ര വർഷം കൊണ്ടാണ് ആവുന്നത്? 12 വർഷം കൊണ്ടാണ് ആവുന്നത്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഇവിടെ ഒരു കാര്യം നമ്മൾ അറിയാനുണ്ട്. എത്ര ടൈംസ് ആണ് ആവുന്നത്? ഓക്കെ, n ടൈംസ് ആവുമെങ്കിൽ n ടൈംസ് ആവുന്നത് t വർഷം കൊണ്ടാണെങ്കിൽ, അതായത് ഇവിടെ ഇപ്പൊ എന്താണ്?
2 ടൈംസ് ആവുന്നത് 12 ഇയേഴ്സ് കൊണ്ടാണെങ്കിൽ ഈ 2ന്റെ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ n കൊടുത്തിരിക്കുന്നതിന്റെ എന്തായിരിക്കും, എന്തായാലും അതിന്റെ റൈസ് ടു ആയിരിക്കും വരുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ഒന്ന് നോക്കിക്കേ, 8 വർഷം കൊണ്ട് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 8 എന്ന് പറഞ്ഞാൽ എന്താണ്, 2⁻³ ആണ് അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് പറയാം, n⁻m ടൈംസ്, n⁻m ടൈംസ് ആവണമെങ്കിൽ എത്ര വർഷം എടുക്കും എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി എന്നറിയോ, m×t ഇയേഴ്സ് ആയിരിക്കും എടുക്കുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് എന്താണ് 2 ടൈംസ്, ഡബിൾ ആവാനായിട്ട് എത്ര വർഷം എടുത്തു, 12 വർഷം എടുത്തു. 8 മടങ്ങ് ആവാൻ, 8 എന്ന് പറഞ്ഞാൽ എന്താണ്, 2⁻³ ആണ്. അപ്പോ 2⁻³ ആവാൻ എത്ര സമയമായിരിക്കും എടുക്കുക, 3×12 അല്ലേ എടുക്കുക. ദാറ്റ് മീൻസ് 36 വർഷം എടുത്തിട്ടായിരിക്കും അത് 8 ടൈംസ് ആവുക. ഓക്കെ, പ്രിൻസിപ്പൽ എമൗണ്ടിന്റെ 8 ടൈംസ് ആവാൻ എത്ര വർഷം എടുക്കും, 36 വർഷമായിരിക്കും എടുക്കുക. ഇത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് വേണമെങ്കിലും ചെയ്യാം, അതിലൊരു തെറ്റുമില്ല. പക്ഷെ ഇങ്ങനെ ഒരു മെത്തേഡ് ഉള്ളത് കാരണം നമുക്ക് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. ഇത് ഇങ്ങനെ തന്നെ ആയിരിക്കും ചോദിക്കുക, അതായത് നമുക്ക് ഇവിടെ ഡബിൾ ആണെങ്കിൽ അതിന്റെ എന്തെങ്കിലും ഒരു എക്സ്പൊണന്റ് ഫോം തന്നെ ആയിരിക്കും നമ്മളോട് ഇവിടെ ചോദിക്കുന്ന വർഷവും. ഓക്കെ, അപ്പൊ അത് ഏതാണെന്ന് കണ്ടുപിടിച്ചിട്ട് ഈ ഒരു ഇക്വേഷൻ ചെയ്താൽ മതി. അടുത്തത്, the sum of 3 consecutive multiples of 8 is 24, 24. Find the largest multiple. അപ്പൊ നമുക്ക് ആ നമ്പേഴ്സ് എങ്ങനെ എടുക്കാം, x, അടുത്തത് എന്തായിരിക്കും, x+8 ആയിരിക്കും, അടുത്തത് എന്തായിരിക്കും, x+16 ആയിരിക്കും. ഇതിന്റെ ആൻസർ എന്താണ്, 24, 24 ആണ്. ഇവിടെ നോക്ക്, നമുക്ക് എന്ത് വരും, 3x + 24 is equal to 24, 24 എന്ന് വരും അല്ലെ. നമുക്ക് എങ്ങനെ എഴുതാം, 3x എന്ന് പറഞ്ഞാൽ 24, 24 - 24 എന്ന് പറയുമ്പോൾ 2400 എന്ന് വരും. എക്സിന്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടും, 2400 ഡിവൈഡഡ് ബൈ 3 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക, 800 ആണ് കിട്ടുക. 800 ആയിട്ട് നമുക്ക് കിട്ടുന്നത് ഫസ്റ്റ് നമ്പർ ആണ്. നമ്മളോട് ലാർജസ്റ്റ് നമ്പർ ആണ് ചോദിച്ചിരിക്കുന്നത്, അത് എത്രയായിരിക്കും, 816 ആയിരിക്കും ലാർജസ്റ്റ് നമ്പർ. 800 കിട്ടിയ പാടെ കൊണ്ടുപോയി മാർക്ക് ചെയ്ത് വെക്കരുത്, അതല്ല ആൻസർ, 816 ആണ് ആൻസർ. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അടുത്തത്, എ പേഴ്സൺ സെൽസ് ആൻ ഐറ്റം ഫോർ ₹247. SP എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്, 247 രൂപ 50 പൈസയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ ഉണ്ടാക്കിയ പ്രോഫിറ്റ് 12.5% ആണ്. നമ്മളോട് CP ആണ് ചോദിച്ചിരിക്കുന്നത്. CP എന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്, CPയുടെ 112.5% എന്തെന്ന് പറയണത്, SP എന്ന് പറയുന്നത്. കാരണം പ്രോഫിറ്റ് ആയതുകൊണ്ടാണ് നമ്മൾ 100ലേക്ക് ആഡ് ചെയ്തത്. ലോസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, 100 എന്ന് മൈനസ് ചെയ്തിട്ടായിരിക്കും ഇവിടെ പറയുക. ഇതൊന്ന് നമുക്ക് എന്ത് ചെയ്താൽ മതി, CP കണ്ടുപിടിക്കാം അല്ലെ. 247.50 into 100 ഡിവൈഡഡ് ബൈ 112.5 എന്നാണ് നമുക്ക് കിട്ടുക. നമ്മൾ ഈ ഒരു ഇവിടെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 24750 ഡിവൈഡഡ് ബൈ 112.5 എന്ന് കിട്ടും. ഇൻറ്റു 10 ചെയ്താൽ നമുക്ക് താഴത്തെ പോയിന്റ് മാറ്റാം. താഴത്തെ പോയിന്റ് മാറ്റുമ്പോൾ നമുക്ക് എന്ത് വരും, 1125 ഡിവൈഡഡ് ബൈ 24,750 ഡിവൈഡഡ് ബൈ 1125 എന്ന് പറഞ്ഞാൽ 22 ആണ് നമുക്ക് കിട്ടുക. അപ്പോൾ എന്ത് കിട്ടും, നമ്മുടെ കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് കിട്ടും, 220 rupees ആണ് കോസ്റ്റ് പ്രൈസ് ആയിട്ട് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എങ്ങനെയാ ചെയ്യേണ്ടത്, സിമ്പിൾ ആയിട്ടുള്ള കാര്യം തന്നെയാണ്. ഓക്കെ, അടുത്തത്, എ ബോട്ട്മാൻ റോയിങ് അറ്റ് എ സ്പീഡ് ഓഫ് 3 km/h ഇൻ സ്റ്റിൽ വാട്ടർ. സ്റ്റിൽ വാട്ടറിൻ്റെത് എത്രയാണ്, സ്റ്റിൽ വാട്ടറിന്റെ സ്പീഡ് 3 km/h ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് എഴുതാം, അപ്സ്ട്രീം സ്പീഡ്, അപ്സ്ട്രീം നമുക്ക് എങ്ങനെ എഴുതാം, 3 - x ആയിട്ട് വരും അല്ലെ. ഡൗൺ സ്ട്രീം ആണെങ്കിലോ, ഡൗൺ സ്ട്രീം ആണെങ്കിൽ 3 + x എന്ന് വരും. ഓക്കെ, ഇനി നമുക്ക് ടൈം അറിയാം. ടൈം നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്, ട്വൈസ് ദ ടൈം ആണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. ദാറ്റ് മീൻസ് അപ്സ്ട്രീമിന്റെ ടൈം എന്ന് പറഞ്ഞാൽ അപ്പോൾ ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ആണ്, -x എന്ന് വരും. ഡൗൺ സ്ട്രീമിന്റെ എങ്ങനെ വരും, ട്വൈസ് ആണ്, 2 × 50/3 + x എന്ന് വരും അല്ലെ. കാരണം എന്താണ്, ട്വൈസ് ദ ടൈം ടു കവർ 50 km upstream.
അല്ലെ 50 കിലോമീറ്റർ ഡൗൺ സ്ട്രീം പോകുന്നതിനേക്കാൾ 2 ഇരട്ടി സമയം എടുത്തിട്ടാണ് അപ്സ്ട്രീം ആവുന്നത്. അതായത് അപ്സ്ട്രീം ടൈം എന്ന് പറഞ്ഞാൽ ഡൗൺ സ്ട്രീമിന്റെ 2 ഇരട്ടിയാണ്. അപ്പൊ ഇൻറ്റു 2 ചെയ്തു. നമുക്കിനി ഇതിവിടെ ഡയറക്റ്റ് ആയിട്ട് ചെയ്യാം. 3 + x × 50 എന്ന് പറഞ്ഞാൽ 3 × 50 150 ആണ്, പ്ലസ് 50 x എന്ന് വരും. 2 × 50 എന്ന് പറഞ്ഞാൽ 100 ആണ്. 100 × 3 എത്രയാണ്? 300 മൈനസ് എന്ത് വരും? 100 x എന്ന് വരും. x എല്ലാം ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവരികയാണ്. പ്ലസ് 100 + 50 എന്ന് പറയുമ്പോൾ ഇവിടെ എന്ത് വരും? 150 x എന്ന് വരും. 300 മൈനസ് 150 എന്ന് പറയുമ്പോൾ ഇവിടെ 150 എന്ന് തന്നെ വരും. x എന്ന് പറഞ്ഞാൽ എന്താണ്? ഡൗൺ സ്ട്രീം ആണ്. നമുക്ക് എന്ത് വരും? 1 km/h ആണ് ബോട്ട്മാന്റെ ഡൗൺ സ്ട്രീം സ്പീഡ് എന്ന് പറയുന്നത് 1 km/h ആയിട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. എന്താ ചെയ്തത് എന്നുള്ള കാര്യം നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Find the number of bricks measuring 24 by 12 by 8 cm required to build a wall. Okay, അപ്പൊ നമുക്ക് എന്തുണ്ട്? ബ്രിക്കിന്റെ തന്നിട്ടുണ്ട്. ബ്രിക്കിന്റെ വോള്യം എങ്ങനെയാ കണ്ടുപിടിക്കുക? L × B × H തന്നെയാണ് അല്ലെ. ക്യൂബോയിഡ് ആയതുകൊണ്ട് 24 × 12 × 8 എന്ന് നമുക്ക് ബ്രിക്കിന്റെ എഴുതാം. വാളിൻ്റെതാണെങ്കിൽ മീറ്റർ ആണ്, സെന്റിമീറ്റർ ആക്കണം. 2400 × 800 into 60. വോള്യം നമ്മൾ ഒരു കാര്യം കൂടെ നോക്കാനുണ്ട്. എന്താണ്? 10% of the wall is filled with mortar. ഈ ഒരു വാളിന്റെ 10% മോർട്ടാർ ഉണ്ട്. അപ്പോൾ ഇതിന്റെ എത്ര മാത്രമേ ഉള്ളൂ? 90% മാത്രമേ നമുക്ക് ബ്രിക്ക് വെക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ ഇൻറ്റു 90/100 ചെയ്താൽ മതി. ഇത് നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ കട്ട് ചെയ്ത് കൊടുക്കാം അല്ലെ. അപ്പൊ വാളിന്റെയും ബ്രിക്കിന്റെയും വോള്യം കിട്ടി. ഇനി നമ്പർ ഓഫ് ബ്രിക്സ് കാണാൻ എന്ത് ചെയ്താൽ മതി? വാളിന്റെ വോള്യം ഡിവൈഡഡ് ബൈ ബ്രിക്കിന്റെ വോള്യം ചെയ്താൽ പോരെ. അപ്പൊ വാളിന്റെ വോള്യം എന്താണ്? 2400 into 60 into 90 divided by 24 into 12 into 8 എന്ന് നമുക്ക് കണ്ടുപിടിക്കാം അല്ലെ. ദെൻ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? 12 60ൽ 5 times ആണ്. ദെൻ 24 ഇവിടെ പോവും 1 8 ഇവിടെ ഒരു 8ഉം കൂടെ ഉണ്ട്, സോറി അത് ഞാൻ വിട്ടുപോയതാണ്. ഈ 8 ഇവിടെ ഉണ്ട്. 8ഉം 8ഉം ക്യാൻസൽ ആവും. 9 × 5 45, 45ന്റെ കൂടെ 3 zeros കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര ബ്രിക്ക് ആണ് ആവശ്യം വരിക? 45,000 ബ്രിക്സ് ആണ് ആ ഒരു വാൾ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ എന്താ ചെയ്യേണ്ടതെന്നുള്ള കാര്യം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ആ ഒരു 90% എന്നുള്ളത് ഓർമ്മയിൽ ഉണ്ടായാൽ മതി. ഓക്കെ, അടുത്തത് two successive discounts of 40% and 60% on a deal are equivalent to a single discount of. ഒരു നമ്പറിന്റെ 40% and 60%. ഓക്കെ, 40% എന്ന് പറയുമ്പോൾ എത്രയാ വരുന്നത്? നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ ചെയ്ത് നോക്കാം, 40/100. പക്ഷെ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് സ്റ്റെപ്പ് ചെയ്യണം. അപ്പൊ നമുക്ക് എളുപ്പത്തിലുള്ള സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 40 എന്ന് പറഞ്ഞാൽ ബാലൻസ് എത്രയാണ്? 60/100 ആണ്. അതിന്റെ 60% ആണ് ഡിസ്കൗണ്ട് കൊടുക്കുന്നത്. അപ്പൊ അവിടെ എത്ര വരും? 40/100 എന്ന് വരും. 100 രൂപയുടെ കാര്യമാണ് കേട്ടോ ഈ പറയണത്. അപ്പൊ നമുക്ക് 100 ക്യാൻസൽ ചെയ്യാം. 0 0 0 0 ഒക്കെ ക്യാൻസൽ ചെയ്യുമ്പോൾ 24 രൂപയ്ക്കാണ് അത് കിട്ടുന്നത്. 24 രൂപ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 100ൽ നിന്നും 24 കുറച്ചാൽ 76% ഡിസ്കൗണ്ടിനാണ് നമുക്കത് കിട്ടുന്നത്. 76% സിംഗിൾ ഡിസ്കൗണ്ട് ആണ് അവിടെ ഉണ്ടാവുന്നത്. ഓക്കെ, ഒരു 40യും ഒരു 60യും സംഭവിച്ചാൽ അവിടെ ഉണ്ടാവുന്ന ടോട്ടൽ ഡിസ്കൗണ്ട് 100 അല്ല 76% ആണ്. ഓക്കെ, അടുത്തത് if 25 persons can complete 5 units of work in 8 days by working 15 hours per day, then how many days will it take for 12 persons to complete 10 units of work by working 20 hours per day? എന്താണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്? 25 ആൾക്കാർ 8 ദിവസം 15 മണിക്കൂർ വർക്ക് ചെയ്താൽ അവർ എത്ര യൂണിറ്റ് വർക്കാണ് കംപ്ലീറ്റ് ചെയ്യണത്? 5 യൂണിറ്റ് വർക്കാണ് കംപ്ലീറ്റ് ചെയ്യണത്. അങ്ങനെയാണെങ്കിൽ 12 ആൾക്കാർ 20 മണിക്കൂർ എത്ര ദിവസം വർക്ക് ചെയ്താലാണ് അവർക്ക് 10 യൂണിറ്റ് വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുക എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? ഇവിടുന്ന് തന്നെ മാക്സിമം കാൽക്കുലേഷൻസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് x is equal to
5 into 8 into 15 divided by 12 into 2 എന്ന് ചെയ്യാം. അപ്പം 8 4 ആണ് വരിക. ഇവിടെ 12ഉം 15ഉം കൂടെ നമുക്ക് 15 3 ടൈംസും 12 4 ടൈംസും ഈ 4 ക്യാൻസൽ ആവും. 5 into ഇവിടെ 5 എന്നാണ് വരിക, ഇവിടെ 4 വരും. ഓക്കെ, 4 ക്യാൻസൽ ആയി. 5 into 5 25 ഡേയ്സ് എടുത്തിട്ടാണ് ആ ഒരു വർക്ക് കംപ്ലീറ്റ് ആവുക. ടെൻഷൻ വേണ്ട, ഒരു ചെറിയൊരു വാല്യൂ ചേഞ്ച് മാത്രമാണ് ഉണ്ടായത്. ഞാൻ 3 എന്ന് എഴുതി വെച്ചു, അവിടെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തുകൊണ്ട് 5 ആണ് ആൻസർ വരുന്നത്. ഓക്കെ, 25 ഡേയ്സ് കൊണ്ടാണ് അവർ ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യണത്. അപ്പൊ അതും മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇഫ് ടാക്സ് ഓൺ എ കമോഡിറ്റി ഈസ് റെഡ്യൂസ്ഡ് ബൈ 20% ആൻഡ് ഇറ്റ്സ് കൺസപ്ഷൻ ഇൻക്രീസസ് ബൈ 15%, വാട്ട് വിൽ ബി ദ എഫക്റ്റ് ഓൺ ടാക്സ് റവന്യൂ? ഓക്കെ, ഒരു കമോഡിറ്റിയുടെ ടാക്സ് 20% റെഡ്യൂസ് ചെയ്യണം. അപ്പൊ നമുക്ക് ഇവിടെ ഒരു ഇക്വേഷൻ ഉണ്ട്. ഇൻക്രീസ്, ഡിക്രീസ് ഓർ ഇൻക്രീസ് പെർസെൻറ്റേജ് ഇൻ റവന്യൂ. എന്തെങ്കിലും ഒരു കാര്യത്തിന്റെ റവന്യൂലെ ഇൻക്രീസ് ആൻഡ് ഡിക്രീസ് പെർസെൻറ്റേജ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ, ഏതൊരു കാര്യത്തിന്റെയും ഇൻക്രീസ് പെർസെൻറ്റേജും ഡിക്രീസ് പെർസെൻറ്റേജും നമുക്ക് തന്നിട്ടുണ്ട് എന്നാണെങ്കിൽ നമ്മൾ അവിടെ ചെയ്യേണ്ട കാര്യം എന്താണെന്നറിയാവോ? നമ്മൾ അവിടെ ചെയ്യേണ്ടത് x+y + xy/100 എന്നുള്ള ഇക്വേഷൻ ആണ് നമ്മൾ അവിടെ യൂസ് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ 20% ഡിക്രീസ് ആയതുകൊണ്ട് -20ഉം 15% ഇൻക്രീസ് ആയതുകൊണ്ട് +15ഉമാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം? -20 + 15 മൈനസ് എന്ത് ചെയ്യാം? കാരണം ഇവിടെ -20 ഉണ്ട് അല്ലെ, അപ്പൊ നമ്മൾ കൂടുതലായിട്ട് ചെയ്യേണ്ട -20 into 15/100 എന്ന് കിട്ടി. 20 100ൽ 5 ടൈംസ് ആണ്, 15 5ൽ 3 ടൈംസ് ആണ്. -20 + 15 എന്ന് പറഞ്ഞാൽ -5 - 3 ആണ്, -8 ആണ് വരിക. ദാറ്റ് മീൻസ് എന്താണ്? 8% ഡിക്രീസ് ഇൻ ടാക്സ് റവന്യൂ. 8% കുറയാണ് ചെയ്യുന്നത്. ടാക്സ് റവന്യൂല് 8% കുറവാണ് വരുന്നത്. ഓക്കെ, അപ്പൊ അതെങ്ങനെയാ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ഏതെങ്കിലും പെർസെൻറ്റേജ് ഇൻക്രീസും ഡിക്രീസും തന്ന ഓവറോൾ അവിടെ എന്താ സംഭവിക്കണേന്ന് ചോദിച്ചാൽ ഈ ഒരു ഇക്വേഷൻ ആണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അടുത്തത് what is the value of m in p/q raised to? ഇത് raised to ആണ് കേട്ടോ. അപ്പൊ എന്താ ചെയ്യേണ്ടത്? p/q raised to 2m + 2 is equal to q/p raised to 9 - m. ഇതിപ്പോ കാണുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ തോന്നണില്ല അല്ലെ? കാരണം എന്താണ്? നമ്മുടെ ബേസ് ഡിഫറെന്റ് ആയതുകൊണ്ട് തന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ഇവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ? നമ്മൾ ഈ q/p-നെ ഒരു ചെറിയ ചേഞ്ച് കൊണ്ടുവരുവാണ്. നമ്മൾ q/p-നെ 1/q/p raised to 9 - m എന്ന് എഴുതുകയാണ്. റെസിപ്രോക്കൽ എടുക്കുകയാണ്. അപ്പൊ ഈ റെസിപ്രോക്കൽ എടുത്തു കഴിഞ്ഞാൽ ഇത് എന്ത് സംഭവിക്കും? ഇതിന് എന്ത് ചേഞ്ച് സംഭവിക്കും? p/q raised to -9 - m എന്ന് വരും അല്ലെ? എന്താണ് ആ ഫോം? 1/a എന്ന് പറഞ്ഞാൽ എന്താണ്? a raised to -1 ആണ് അല്ലെ? ആ ഫോമാണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്തത്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? രണ്ടും കിട്ടി അല്ലെ? അപ്പൊ ഇവിടെ എന്താണ്? രണ്ട് ബേസും ഈക്വൽ ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി? എക്സ്പോണന്റ് മാത്രം ചെയ്ത് നോക്കിയാൽ മതി. 2m + 2 is equal to -9 + m. ബേസ് രണ്ടും ഈക്വൽ ആയതുകൊണ്ടാണ് ഞാൻ അവിടെ ബേസ് പ്രത്യേകിച്ച് എഴുതാത്തത്, എക്സ്പോണന്റ് മാത്രം എടുത്തത്. ഓക്കെ, അപ്പൊ ഇനി ഇവിടെ എന്ത് കിട്ടും? 2m - m എന്ന് പറഞ്ഞാൽ m ആണ്, -9 - 2 എന്ന് പറഞ്ഞാൽ ആൻസർ -11 എന്നാണ് വരിക. ഓക്കെ, അപ്പൊ -11 ആണ് നമുക്ക് എന്ത് വരുന്നത്? ആൻസർ ആയിട്ട് വരുന്നത്. അത് എങ്ങനെയാ കിട്ടി എന്നുള്ള കാര്യവും ക്ലിയർ ആയിട്ടുണ്ട് എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. ഓക്കെ, അപ്പൊ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇഫ് 18:24 y, then what is the value of y? ഇതെന്താണ്? ഫോർത്ത് പ്രൊപ്പോർഷണൽ കാണാനാണ് അല്ലെ? ഫോർത്ത് പ്രൊപ്പോർഷണൽ കാണാൻ നമ്മൾ എന്താ ചെയ്യുക? 18/24 is equal to 24/y എന്നാണ് നമ്മൾ എഴുതുക. അപ്പൊ y-യുടെ വാല്യൂ നമുക്ക് എങ്ങനെ കിട്ടും? 24 into 24 divided by 18 എന്ന് കിട്ടും.
അല്ലേ? അപ്പൊ നമുക്ക് ഇവിടെ 6 വെച്ച് ഡിവൈഡ് ചെയ്താൽ 4 എന്ന് വരും, ഇവിടെ 3 എന്ന് വരും. 3 24 8 ടൈംസ് പോവും. 4 8s are എത്രയാണ്? വൈയുടെ വാല്യൂ 32 എന്നാണ് നമുക്ക് കിട്ടുന്നത്. വൈയുടെ വാല്യൂ 32 എന്നാണ് കിട്ടുന്നത്. ഇതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ. If the ratio of two interior angles on the same side of a transversal intersecting two parallel lines, parallel lines ട്രാൻസ്വേഴ്സൽ ആയിട്ട് ഇന്റർസെക്ട് ചെയ്യാണ്, അവരുടെ ഒരു സൈഡിലുള്ള രണ്ട് ആംഗിൾസിന്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്തായിട്ട് തന്നിട്ടുണ്ട്? 2x എന്നും 3x ആയിട്ടും നമുക്ക് എടുക്കാം, അല്ലെ? 2x ഉം 3x ഉം ആയിട്ട് നമുക്ക് എടുക്കാം. ഇനി നമ്മളോട് ഇതിലെ ലാർജസ്റ്റ് ആംഗിൾ, അതായത് 3x വാല്യൂ ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അത് എപ്പോഴും ഇവിടെ എഴുതി വെക്കുക. അല്ലെങ്കിൽ നമ്മൾ x വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഓപ്ഷനിൽ ആ ഒരു ആൻസർ ഉണ്ടാവും, നമ്മൾ ചാടി കയറി അത് മാർക്ക് ചെയ്ത് വെക്കും. അപ്പൊ എപ്പോഴും എന്താണ് കണ്ടുപിടിക്കേണ്ടത് എന്നുള്ള കാര്യം സൈഡിൽ ഒന്ന് എഴുതി വെക്കുക. 3x വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇങ്ങനെയുള്ള ഒരു ട്രാൻസ്വേഴ്സൽ ഇന്റർസെക്റ്റിംഗ് ആയിട്ടുള്ള ഒരേ സൈഡിലുള്ള രണ്ട് ആംഗിൾസിന്റെ സമ്മ് 180 ഡിഗ്രി ആണെന്ന് നമുക്ക് അറിയാം, അല്ലെ? അപ്പൊ നമ്മൾ ഇവിടെ എന്ത് ചെയ്തു? 2x plus 3x എന്ന് പറഞ്ഞാല് നമുക്ക് എത്രയാണെന്ന് അറിയാം? 180 ഡിഗ്രി ആണെന്ന് അറിയാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 5x എന്ന് പറഞ്ഞാല് 180 ഡിഗ്രി ആണ്. x എന്താണ്? 180 divided by 5 ആണ്. 180 divided by 5 എന്ന് പറഞ്ഞാൽ 360 ഡിഗ്രി ആണ് നമുക്ക് എന്ത് കിട്ടുന്നത്? x വാല്യൂ കിട്ടുന്നത്. അതല്ല ആൻസർ, നമുക്ക് വേണ്ട ആൻസർ 3 into 36 ആണ്. 3 into 360 അല്ല, സോറി 36 ഡിഗ്രി. 3 into 36 എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്താണ്? 108 ഡിഗ്രി ആണ് നമ്മുടെ ആൻസർ. 36 അവിടെ ഓപ്ഷനിൽ ഉണ്ടാവും, അത് ചാടിക്കേറി മാർക്ക് ചെയ്യരുത്. 108 ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ അത് എങ്ങനെയാ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. If 4 sin square a, 4 sin square a എന്ന് പറഞ്ഞാൽ 1 ആണെങ്കിൽ നമ്മൾ ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമുക്ക് ഓപ്ഷൻ ക്വസ്റ്റ്യനിലേക്ക് പോവാം. sin square a എന്ന് പറഞ്ഞാൽ 1/4 ആയിരിക്കും. അപ്പൊ sin a എന്താണ്? റൂട്ട് ഓഫ് 1/4 ആണ്. 1ന്റെ റൂട്ട് 1 തന്നെയാണ്. റൂട്ട് 4 എന്താണ്? 2 ആണ്. sin a യുടെ വാല്യൂ 1/2 ആണ്. 1/2 ആവുന്ന ആംഗിൾ ഏതാണ്? sin 30 ഡിഗ്രി ആണ് 1/2. അപ്പൊ നമുക്ക് a യുടെ വാല്യൂ 30 ഡിഗ്രി എന്ന് കിട്ടി. ഓക്കെ. നമ്മളോട് ഇനി എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കണേ? കോസ് സ്ക്വയർ 30 ഡിഗ്രി പ്ലസ് ടാൻ സ്ക്വയർ 30 ഡിഗ്രി ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. കോസ് 30യുടെ വാല്യൂ എന്താ? കോസ് 30 എന്ന് പറഞ്ഞാൽ റൂട്ട് 3/2 ആണ്. അപ്പൊ എന്ത് വേണം? റൂട്ട് 3/2 ദ ഹോൾ സ്ക്വയർ പ്ലസ് ടാൻ 30 എന്ന് പറഞ്ഞാൽ 1/√3 ആണ്, അതിന്റെ സ്ക്വയർ. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കിട്ടും? 3/4 പ്ലസ് 1/3 എന്ന് കിട്ടും. 3 3s are 9, 9 plus 4 13, 4/3, 4 into 3 എന്താണ്? 12 ആണ്, അല്ലെ? അപ്പൊ നമുക്ക് എന്താ കിട്ടുന്നത്? 13/12 എന്നാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ. കോസ് സ്ക്വയർ എ പ്ലസ് ടാൻ സ്ക്വയർ എയുടെ വാല്യൂ എന്താണ് കിട്ടുന്നത്? നമുക്ക് കിട്ടുന്ന വാല്യൂ 13/12 ആണ്. ഓക്കെ. അപ്പൊ അത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Last year there were 610 boys in a school. This year the number has decreased by 20%. If the number of girls in the school this year is 175% of the total number of boys, then how many girls are there in the school? അപ്പൊ കഴിഞ്ഞ വർഷം 610 ആൺകുട്ടികൾ ഉണ്ടായിരുന്നതിൽ നിന്ന് ഇത്തവണ 20% കുറഞ്ഞു. അപ്പൊ ഇത്തവണത്തെ കുട്ടികളുടെ എണ്ണം എത്രയായിരിക്കും? 80% ആണ്, അല്ലെ? 0 0 0 0 ഒക്കെ കട്ട് ചെയ്തു. 61 into 8 എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ 488 ബോയ്സ് ആണ് ഈ ഇയർ അവിടെ ഉള്ളത്. ഈ 488ന്റെ 175% ആണ് അവിടെ ഉള്ള ഗേൾസിന്റെ എണ്ണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? 170% കണ്ടാൽ മതി, അല്ലെ? 170% എന്ന് പറയുമ്പോൾ എത്രയാ വരിക? നമുക്ക് 25 വെച്ച് ഡിവൈഡ് ചെയ്യാം. 175 25ൽ 7 ടൈംസ് ആണ്, 100ൽ 4 ടൈംസ് ആണ്. 488 144 ടൈംസ് ആണ് 100ൽ പോവുക. 144 into 7 എന്ന് പറഞ്ഞാൽ 1008 ഗേൾസ് ആണ് അവിടെ ഈ വർഷം ഉള്ളത്. 1008 പെൺകുട്ടികളാണ് ആ സ്കൂളിൽ ഈ വർഷം പഠിക്കുന്നത്. ഓക്കെ. അപ്പൊ അത് ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം.
ഫൈൻഡ് ദ LCM ഓഫ്, ഇത് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലേ. നമ്പേഴ്സിന്റെ LCM എങ്ങനെ കണ്ടാൽ മതി, എല്ലാം കൂടെ ഒരുമിച്ച് തന്നെ ചെയ്യാം അല്ലെ. HCF ആണെങ്കിൽ മാത്രമേ നമ്മൾ കഷ്ടപ്പെട്ടിരുന്ന് പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. LCM ആണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. 42, ഇവിടെ 105 അങ്ങനെ തന്നെ നമുക്ക് എഴുതി വെക്കാം. ഇവിടെ എന്ത് വരും, 70 എന്ന് വരും. എഗെയിൻ നമ്മൾ ഇവിടെ ഒരു 2 വെച്ച് തന്നെ ചെയ്യും. ഇവിടെ എന്ത് വരും, 21, 105 എന്ന് വരും. ഇവിടെ 35 എന്ന് വരും. നെക്സ്റ്റ് നമ്മൾ എന്താ ചെയ്യണത്, 3 വെച്ച് ഡിവൈഡ് ചെയ്യും. 3 വെച്ച് ചെയ്യുമ്പോൾ 7, ഇവിടെ എന്ത് വരും, 3, 5 എന്ന് വരും അല്ലെ. 3, 5 അല്ലേ വരിക. 10 3 ടൈംസ് പോകും, 15 5 ടൈംസ് പോകും. 35 എന്ന് തന്നെ നമ്മളിവിടെ എഴുതും. ഇനി ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, അടുത്ത പ്രൈം നമ്പർ 5 ആണ്. 7 7 7 എന്ന് വരും. ഇവിടെ നമ്മൾ ഇനി അടുത്ത പ്രൈം നമ്പർ 7 യൂസ് ചെയ്യും. 1 1 1. ഓക്കെ, അപ്പം ഇനി നമുക്ക് എന്ത് ചെയ്യാം, 7 × 5 35, 35 × 2 എത്രയാണ്, 35 × 2 70, 70 × 2 140, 140 × 3 എന്ന് പറഞ്ഞാൽ നമുക്ക് 420 ആണ് LCM ആയിട്ട് വരുന്നത്. ഈ മൂന്ന് നമ്പേഴ്സിന്റെ LCM എത്രയാണ്, 420 ആണ് LCM ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയുമായിരുന്നു ആദ്യത്തെ ദിവസം ALPയുടെ CBT 1 ഫസ്റ്റ് ഡേ സെക്കൻഡ് ഷിഫ്റ്റിൽ ചോദിച്ച മാത്സിലെ 20 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ചെയ്ത ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ നമുക്ക് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇപ്പൊ പുതുതായിട്ട് നമുക്ക് അറിയാത്ത മെത്തേഡ് അങ്ങനെയൊന്നുമില്ല. എല്ലാം നമ്മൾ പഠിച്ച മെത്തേഡുകൾ തന്നെയാണ്. അതിന്റെ ആപ്ലിക്കേഷൻ ലെവൽ കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ കുറച്ചധികം പ്രോബ്ലംസ് പ്രാക്ടീസ് ചെയ്താൽ ഉറപ്പായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം തന്നെയായിരുന്നു ALP. അപ്പൊ അതിനകത്ത് എന്തെങ്കിലും ഒക്കെ മിസ്റ്റേക്കുകൾ വന്നു, ജസ്റ്റ് പാസ്സേ ആവുള്ളൂ എങ്ങനെയൊക്കെ വിചാരിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഇനി വരുന്ന എക്സാംസിന് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. പ്രിപ്പയർ ചെയ്യാനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നല്ല രീതിയിൽ വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പൊ അതിനൊരു മടിയും വിചാരിക്കരുത്. RRB SSC കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ചോദിച്ചിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും കിട്ടാവുന്നിടത്തോളം ക്വസ്റ്റ്യൻസ് നല്ല രീതിയിൽ വർക്ക്ഔട്ട് ചെയ്യുക. പ്രത്യേകിച്ച് ഇപ്പൊ കഴിഞ്ഞ ALPയുടെ ക്വസ്റ്റ്യൻസ് അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. അപ്പൊ ആ ഒരു പാറ്റേൺ ഒക്കെ അറിയാനായിട്ട് ആ ഒരു ക്വസ്റ്റ്യൻസും എല്ലാം വർക്ക്ഔട്ട് ചെയ്യുക. എന്നിട്ട് നല്ല രീതിയിൽ തന്നെ എക്സാംസ് എല്ലാം അറ്റൻഡ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. ഓക്കെ, അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതിനകത്തുള്ള വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുവാണെങ്കിൽ മാത്രം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും താങ്ക് യു.